ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കൊച്ചിൻ അഞ്ചലിൻ്റെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള സ്റ്റാമ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന സ്റ്റാമ്പ് ഈ ഒരു സ്റ്റാമ്പാണ്. കൊച്ചിൻ അഞ്ചലിൻ്റെ 2 അണാസ് എന്നറിയപ്പെടുന്ന ചൈനീസ് നെറ്റ് തീമിൽ പുറത്തിറങ്ങിയ ഈ ഒരു സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ കാറ്റഗറി എന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്ന വർഷം 1949 ഈ ഒരു തീമാറ്റിക്കിൽ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ തീം നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ചൈനീസ് നെറ്റിൻ്റെ ആ ഒരു തീം മാറ്റിക്കിലാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ വരുന്ന 2 അണാസ് എന്നാണ്. അപ്പോൾ 2 അണാസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. 2 എന്നുള്ള അക്കവും ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് AS എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ AS എന്നുള്ളത് അണാസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ നമുക്കിവിടെ അക്കത്തിലും ഇംഗ്ലീഷ് അക്ഷരത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മലയാള അക്ഷരത്തിലാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻറ്ററായിട്ട് തന്നെ ആ ഒരു ചൈനീസ് നെറ്റിൻ്റെ ആ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ചൈനീസ് നെറ്റ് എന്നുള്ളത്. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കൊച്ചിൻ അഞ്ചൽ എന്ന് നമുക്കിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇനി റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി മഹാരാജാവായിരുന്ന കേരളവർമ്മ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സർക്കിളിനകത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് ഫേസിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പറഞ്ഞത്. അപ്പോൾ സ്റ്റാമ്പിൻ്റെ എപ്പോഴും നമുക്ക് മുൻവശം മാത്രമാണ് ഡീറ്റെയിൽസ് ഉള്ളത്. സ്റ്റാമ്പിൻ്റെ പുറകുവശം നമുക്ക് യൂണിഫേസ് ആണ്, ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ മുൻവശം നമുക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിക്കുന്ന വർഷം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1949. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ കളർ വരുന്ന ബ്ലാക്ക് കളറിലാണ് ഈ ഒരു സ്റ്റാമ്പ് കൊച്ചിൻ സ്റ്റേറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് നമുക്ക് കൊച്ചിൻ അഞ്ചലിൻ്റെ ഈ ഒരു സ്റ്റാമ്പിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 250 രൂപ മുതൽ, അതായത് നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പിന് 250 രൂപ മുതൽ 300 രൂപ, 400 രൂപ, 450 രൂപ, നല്ലൊരു മിൻറ്റ് വൈസ് കണ്ടീഷൻ സ്റ്റാമ്പിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ കാറ്റഗറി വരുന്ന സ്റ്റാമ്പാണ് നമ്മുടെ കൊച്ചിൻ അഞ്ചലിൻ്റെ ചൈനീസ് നെറ്റിൻ്റെ ഈ ഒരു 2 അണാസ് സ്റ്റാമ്പ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നമുക്ക് കളക്ഷനിൽ കിട്ടുവാണെങ്കിൽ, അതായത് നിങ്ങൾ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും കൊച്ചിൻ അഞ്ചൽ, ട്രാവൻകൂർ അതുപോലുള്ള ആ ഒരു സ്റ്റേറ്റുകളുടെയൊക്കെ സ്റ്റാമ്പുകളൊക്കെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഫ്യൂച്ചറിൽ ഇതുപോലുള്ള സ്റ്റാമ്പുകൾക്കൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ തന്നെ വേറൊരു തീമാറ്റിക് ഉണ്ട്, അതായത് ഡച്ച് പാലസിൻ്റെ തീമാറ്റിക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാമ്പുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷനിൽ ഇരിക്കുന്ന സ്റ്റാമ്പാണ്. എൻ്റെ കളക്ഷനിൽ ഏകദേശം ഒരു 3 സ്റ്റാമ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒരു സ്റ്റാമ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സ്റ്റാമ്പ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പ് എടുക്കാൻ ശ്രമിക്കുക. മിൻറ്റ് വൈസിൽ കിട്ടുന്ന സ്റ്റാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മിൻറ്റ് വൈസ്, അതുപോലെ തന്നെ ബ്ലോക്ക് സ്റ്റാമ്പ്സ് അതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ് 2 അണാസ്, ചൈനീസ് നെറ്റിൻ്റെ തീമാറ്റിക്കോട് വരുന്ന 2 അണാസ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്റ്റാമ്പ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നിങ്ങളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.